ഹലോ ഗൈസ്, അപ്പോൾ ന്യൂ ബ്രൻസ്വിക് സീരീസിൻ്റെ അവസാന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലോക പ്രശസ്തമായ ഹോപ്പ്വെൽ റോക്സ് കാണാനാണ്. ഒരു കടലിൻ്റെ ഓഷ്യൻ ഫ്ലോറിലൂടെ വലിപ്പമുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ആലോചിച്ചിട്ടുണ്ട്. കാനഡയിലെ ന്യൂ ബ്രൻസ്വിക്കിലെ പ്രശസ്തമായ ഹോപ്പ്വെൽ റോക്സിലെത്തിയാൽ നമുക്കിത് നേരിട്ട് അനുഭവിക്കാം. ടിക്കറ്റ് എടുത്ത് ഹോപ്പ്വെൽ ക്ലോത്ത് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ന്യൂ ബ്രൻസ്വിക് റെസിഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു 25% ഓഫ് കിട്ടും. സോ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ന്യൂ ബ്രൻസ്വിക് റെസിഡൻ്റ് ആണ്. അവർക്ക് രണ്ട് ഓഫ് കിട്ടി. ഞങ്ങൾ ഫുൾ എടുത്ത് ഞങ്ങൾ ലോട്ട് കാണാൻ പോവുകയാണ് ഗൈസ്. എൻട്രൻസിൽ നിന്ന് ഹോപ്പ്വെൽ റോക്സ് വരെ നമുക്ക് രണ്ട് വഴിയുണ്ട് പോകാൻ. ഒന്നെങ്കിൽ നമുക്ക് ഈ ഷട്ടിലെടുത്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള വഴിയുമുണ്ട്. ഷട്ടിൽ സർവീസ് ഉണ്ട്. ഷട്ടിൽ സർവീസ് വെച്ച് ഹോപ്പ്വെൽ സൈഡിന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ വോക്കുള്ളൂ. പക്ഷെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഷട്ടിൽ എടുത്ത് ഞങ്ങളിവിടെ വന്നത് മോർണിംഗ് ഏകദേശം 10:30 ടൈം ആയതുകൊണ്ട് ഈ കാണുന്നത് പോലെ അത് ലോ ടൈഡ് സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം പൂർണ്ണമായി വലിഞ്ഞ് കടലിൻ്റെ അടിത്തട്ടിലൂടെ ഫ്രീ ആയി നടക്കാൻ ഞങ്ങൾക്ക് പറ്റി. ഈ കാണുന്നതാണ് ഹോപ്പ്വെൽ ഫ്ലവർ പോട്ട് റോക്സ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ശക്തമായ വേവ്സ് അടിച്ച് രൂപം കൊണ്ട ഒരു അത്ഭുതമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് ഇറങ്ങുകയാണ് ഗൈസ്. സ്റ്റെപ്സ് ഇറങ്ങി നമുക്ക് നേരെ വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ ഓഷ്യൻ ഫ്ലോർ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഹൈറ്റൈറ്റ്സ് ഇൻ ദ വേൾഡ് അനുഭവപ്പെടുന്നത് ഇവിടെയുള്ള ബേ ഓഫ് ഫണ്ടിയിലാണ്. വെറും 6 മണിക്കൂർ കൊണ്ട് ഇവിടെയുള്ള ജലനിരപ്പ് 10 മുതൽ 16 മീറ്റർ വരെ ഉയരുകയും താഴുകയും ചെയ്യും. ഹൈറ്റൈഡ് സമയത്ത് ഈ പാറകളുടെ പകുതിയിലധികം ഭാഗവും വെള്ളത്തിനടിയിലാകും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ബോട്ടിങ്ങും കയാക്കിങ്ങും ചെയ്യാൻ സാധിക്കും. എന്നാൽ ലോ ടൈഡ് ആകുമ്പോൾ അതേ സ്ഥലത്ത് നമുക്ക് നടക്കാനും സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ നടക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ക്ലിപ്സിൻ്റെ താഴെയായി ഒരുപാട് വാർണിംഗ് സൈൻസ് ഉണ്ട്. പ്രകൃതിദത്തമായ ഈ പാറകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും റോക്ക് ഫാൾസ് സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ബോർഡുകളുള്ളത്. അതുകൊണ്ട് പരമാവധി ആ ബോർഡുകളുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നതുമല്ല. ഹലോ. സോ ഗൈസ്, ഈ കാണുന്നതാണ് കാലങ്ങളായി ഹൈറ്റൈഡ് ലോ ടൈഡ് ആയി ഇങ്ങനെ റോക്ക് ഒരു ഫ്ലവർ പോട്ട് സ്റ്റൈലിൽ കാണുന്ന ഒരു സ്ട്രക്ചർ. ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ. ഇപ്പം നിങ്ങൾ കാണുന്ന ഇത് ലോ ടൈഡാണ്. കുറച്ച് മണിക്കൂർ കഴിയുമ്പം ഈ കടൽ ഇങ്ങ് കയറി വന്ന് ഹൈറ്റൈഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങ് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലവർ പോട്ടായിട്ട് ആ വെറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, അവിടം വരെ ലൈക്ക് വെള്ളം കവേർഡ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് നടന്നു നോക്കിയാലോ. സ്ഥലത്തോട്ട് വീഴത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആകെ കുറച്ച് പേര് നമ്മൾ നിലത്ത് കുറച്ച് നടക്കാം. കണ്ടോ ലോക്ക് ഫ്ലവർ പോട്ട് കണ്ടേ? എന്റെ കൺമണി കണ്ടേ? ഞങ്ങള് ഫ്ലവർ പോട്ടിനാട്ട് കേറി. ഈ പാറകളിൽ ഒട്ടിക്കിടക്കുന്ന സീവീഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? റോക്ക് വീഡ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ലോ ടൈഡ് സമയത്ത് ഇവ വെയിലിൽ ഉണങ്ങിപ്പോകാതിരിക്കാൻ ഒരു പ്രത്യേകതരം ജെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവയിൽ ചവിട്ടിയാൽ നല്ല സ്ലിപ്പറി ആയിരിക്കും.
ഇവിടുത്തെ ശക്തമായ ഹൈ ടൈഡും ലോ ടൈഡും കാരണം കടലിൻ്റെ അടിത്തട്ടിലുള്ള മഡൊക്കെ നിരന്തരം ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ വെള്ളം ഒരു മഡി കളറിലിരിക്കുന്നത് ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ റോക്ക് ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ടൈഡ് സമയത്ത് നമുക്ക് നടന്നു കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡേഞ്ചർ സൈൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം പോവാൻ. പ്രകൃതിയുടെ ഈ അത്ഭുതകരമായ കാഴ്ച ഫുൾ നമ്മൾ നടന്ന് കണ്ട് നമുക്കൊരു വേറിട്ട അനുഭവം തന്നെയാണ് കിട്ടിയത്. ഇപ്പൊ തന്നെയാണ് എനിക്ക് പറ്റിയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാൻ കഴുകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ച് ഷട്ടിലെടുത്ത് ഞങ്ങൾ വിസിറ്റർ സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിസിറ്റർ സെൻറ്ററിൽ ചെന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത്. ഈ കാണുന്ന ഫോട്ടോയിലാണ് നിങ്ങളിപ്പോൾ കണ്ട ലോ ടൈഡ്. ഇതാണ് വെള്ളം കയറുന്ന സമയത്തുള്ള മീഡിയം ടൈഡ്. ഇനി നെക്സ്റ്റ് ഉള്ള ഫോട്ടോയിൽ വരുന്നതാണ് ഹൈ ടൈഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സമയത്ത് നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ തിരിച്ച് സെയിൻറ്റ് ജോണിലേക്ക് പോകുന്ന വഴി ഫണ്ടി നാഷണൽ പാർക്കിൽ കണ്ട ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഇത്. അപ്പോൾ കാനഡയിലെ ഒരേ ഒരു ബൈലിംഗ്വൽ പ്രോവിൻസായ ന്യൂ ബ്രൻസ്വിക് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആചാരം മറക്കണ്ട. എല്ലാവരും പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.